പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് എതിരായ SNDP യോഗം NSS വിമർശനങ്ങളെ പ്രതിരോധിക്കാതെ കോൺഗ്രസ് എല്ലാവരുമായും സൗഹൃദത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രബല സമുദായ സംഘടനകളെ അകറ്റുന്ന സമീപനത്തിൽ പാർട്ടിക്കുള്ളിൽ എതിർപ്പുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ നിലപാടുകളോട് നേരത്തെ തന്നെ വിമർശനമുള്ള സമുദായ നേതാവാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അതിനൊപ്പം NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ കൂടി ചേർന്നതോടെ വി ഡി സതീശനെതിരെ സമുദായ മുന്നണി തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ്. സമുദായങ്ങളുടെ തിണ്ണനിരങ്ങാൻ പോകരുത് എന്ന സതീശന്റെ പഴയ പ്രതികരണത്തിലുള്ള നീരസം വ്യക്തമാക്കിയ സുകുമാരൻ നായർ കോൺഗ്രസിന് ചില മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. ഈ സതീശൻ എന്ന് പറയുന്ന ആളിനെ അഴിച്ചുവിട്ടിരിക്കുക കോൺഗ്രസ് പറഞ്ഞു മനസ്സിലാക്കുക. അദ്ദേഹത്തിന് ഇത്തരം നയപരമായ കോൺഗ്രസിന്റെ നയപരമായ വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ എന്ത് അവകാശമാണുള്ളത്? വെള്ളാപ്പള്ളിയുടെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന സമീപനത്തിലേക്ക് സുകുമാരൻ നായർ കൂടി വന്നതോടെ കോൺഗ്രസ് നേതൃത്വത്തിൽ ആശങ്ക വർദ്ധിക്കുകയാണ്. SNDPയോടും NSSനോടും സതീശൻ സ്വീകരിക്കുന്ന സമീപനങ്ങളോട് പാർട്ടിയിൽ വിമർശനമുണ്ട്. പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള വിമർശനങ്ങളെ KPCC പ്രസിഡന്റ് ഇന്ന് പ്രതിരോധിച്ചില്ല. എല്ലാവരോടും സൗഹൃദത്തിൽ പോകുമെന്ന് മറുപടി. കോൺഗ്രസ് എല്ലാ സംഘടനകളുമായി നല്ല സൗഹൃദത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു. ആ ബന്ധം നിലനിർത്തി തന്നെ ഞങ്ങൾ പോകും. എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് ചർച്ചയിലൂടെ പരിഹരിക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. K. മുരളീധരനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സമാന നിലപാടാണ് സ്വീകരിച്ചത്. വിവാദങ്ങൾക്കിടെ പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തിയ കൊടിക്കുന്നിൽ സുരേഷ് MP മാധ്യമങ്ങളെ കണ്ടതോടെ ആദ്യം പിൻവാങ്ങി. ഒരു മണിക്കൂറിന് ശേഷം തിരികെ എത്തിയ കൊടിക്കുന്നിൽ G. സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമില്ലെന്നും MP എന്ന നിലയിൽ വന്നതാണെന്നും പ്രതികരണം. എന്റെ സന്ദർശനം സൗഹൃദ സന്ദർശനമാണ്. ഞാൻ എല്ലാ സമയത്തും ഓഫീസ് വരാറുണ്ട്. എന്നാൽ സതീശന്റെ നിലപാടുകൾക്ക് പൊതുസമൂഹത്തിലും നവമാധ്യമങ്ങളിലും സ്വീകാര്യതയുണ്ടെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.